ഹലോ, എന്താണ് എല്ലാവരും വിശേഷം? ഞങ്ങളിപ്പോൾ ഉള്ളത് അൽസീഫിലാണ് കേട്ടോ. ദുബായിൽ അൽസീഫ് എന്ന് പറയുമ്പോൾ ദുബായിൽ ഇന്നലകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദുബായുടെ ആദ്യ കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവരവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ പഴയകാലത്ത് യൂസ് ചെയ്തിരുന്നതാണ്. ഒരു ഹാറ്റാണിത്. പിന്നെ ഒരു ടൈപ്പിംഗ് മെഷീനും കൂടെ ഉണ്ട്. ഇതൊക്കെ കയറി ചെല്ലുന്ന വഴിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. വെയിറ്റ് നോക്കുന്ന ഉണ്ട് യൂസ് ചെയ്ത് തരുന്നതാണിത്. അവിടെ ബിൽഡിങ്സും അതിൻ്റെ ഉള്ളിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പഴയ ഒരു ഇതാണ് കാണുക. ആദ്യ കാലത്തിൽ ദുബായിയുടെ ഒരു മോഡലാണെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറി. ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്സ് ഉണ്ട്. ചെറിയ ചെറിയ ഷോപ്സ് മാത്രമല്ല, ഭക്ഷണം കഴിക്കാനുള്ള വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, സാധനങ്ങൾ വാങ്ങിക്കാം. ഒരുപാട് ഷോപ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. സ്റ്റാർബക്സ് ഉണ്ട് ഇവിടെ. ദുബായിയുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വ്യാപാരങ്ങൾ, കച്ചവടങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നു. ഒരുപാട് ഷോപ്സ് ഉണ്ട്. സൈഡിലൊക്കെ ഇതുപോലെ പണ്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കാഴ്ചക്കാർക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാതെ പോകാൻ കഴിയില്ല. ഷോപ്പ് പീസുകളായിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഓരോ ഷോപ്സിലും ഓരോ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണുള്ളത്. ഞങ്ങൾ കണ്ടത് പണ്ട് കാലത്ത് മീൻ പിടിക്കാൻ യൂസ് ചെയ്തിരുന്ന വലയാണ്. ഇതിങ്ങനെ ഓപ്പണായിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിലും ആരും അങ്ങനെ ഒന്നും നശിപ്പിക്കാനോ ഒന്നും പോകുന്നില്ല. അതിങ്ങനെ ഫ്രീ ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഇതാ ഒരു കൂട്ടം ഓൾഡ് ഐറ്റംസ് ആണുള്ളത്. ടെലഫോൺസ്, ടൈപ്പ് റൈറ്റേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കൗതുകം കൊണ്ട് ഞങ്ങളൊക്കെ അതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. കാണുമ്പോൾ എന്തായാലും നമുക്കതൊന്ന് എങ്ങനെയൊന്ന് ചെയ്ത് നോക്കാൻ തോന്നും. കുറച്ച് കൂടുതൽ നേരം നിന്നാൽ ഞങ്ങൾ ടൈപ്പ് റൈറ്ററിൻ്റെ ഉള്ള ഒരു വിധം അയക്കുന്നത് ഞങ്ങളത് പരുവാക്കും. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി. ഇവിടെ മോഡേൺ സ്റ്റൈൽ മിക്സ് വിത്ത് അറേബ്യൻ സ്റ്റൈൽ, ഇമറാത്തി സ്റ്റൈൽ, അങ്ങനെ ഒരു ടെക്സ്ചറാണ് ഇവിടെ. യൂണീക്കായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാണുമ്പോൾ നമുക്ക് എല്ലാതും വാങ്ങിക്കാൻ തോന്നും. പൈസ ഉള്ളവർക്കാണെങ്കിൽ എല്ലാം വാങ്ങിക്കാം. അല്ലാത്തവർക്ക് ഒന്നോ രണ്ടോ ഐറ്റംസ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാം ഓർമ്മയ്ക്കായിട്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് നേരെ ഇങ്ങോട്ടാണ് എത്തിയത്. കുറേ ബോർഡ്സ് ഉണ്ട് അവിടെ. അതൊക്കെ ഓരോരുത്തർ ബുക്ക് ചെയ്തിട്ടുള്ള ബോർഡ്സാണ്. അതിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കാണാനും. നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ബോർഡ്സൊക്കെ. സൗണ്ട് കേട്ടിട്ട് എന്തെങ്കിലും പ്രോഗ്രാം നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഏരിയയിൽ നിൽക്കുന്നത്. ബട്ട് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ബോർഡ്സിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളൊന്ന് തിരിക്കാൻ ചെയ്തത്. ഒരു ബോട്ട് ഇതാ അങ്ങനെ റെഡി ആയിട്ട് പോവുകയാണ്. ഞങ്ങളും ബോട്ടിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യണം. ബോട്ടിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. എന്നിട്ട് ഗോൾഡ് സൂക്കിൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബോട്ടിൽ കയറിയിട്ട് അവിടെ പോയിട്ട് ഇറങ്ങണം. വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി, ഇവിടേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് അതിൽ കയറാൻ. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം സെറ്റായി ഞങ്ങളത് ആ ബോട്ടിൽ കയറാൻ പോവാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ റൈഡ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആദ്യം പോയിട്ടില്ല ഇതുവരെ. ഇതിൽ കയറിയിട്ട് അപ്പുറത്ത് പോയിട്ട് ഗോൾഡ് സൂക്കിൽ പോയിട്ട് ഇറങ്ങണം. വെയിറ്റ് ചെയ്യാണ്, ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ബോട്ട് എടുത്ത് മോൾക്ക് നല്ല ഇഷ്ടമായി. ഒരു 5 മിനിറ്റ്സ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 5 മിനിറ്റ്സ് ഉള്ളൂ ഗോൾഡ് സൂക്കിലേക്ക്. പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. ഞങ്ങൾക്ക് ഒന്നും കൂടെ പോയാലോ എന്ന് തോന്നി. കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിതാ അവിടെ പോയിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഗോൾഡ് സൂക്കിലേക്കാണ്, ആ ഏരിയയിലേക്കാണ് കയറാൻ പോകുന്നത്. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഗോൾഡ് സൂക്കിൻ്റെ വീഡിയോ ഞാൻ ടൈമിലാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വാച്ച് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടിൽ ഗോൾഡ് സൂക്കിൽ പോയ വിശേഷങ്ങളായിട്ട് വരാം. അതാണ് ഞങ്ങൾ ഗോൾഡ് സൂക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് എല്ലാവരും നെക്സ്റ്റ് പാർട്ട് കാണണേ.